ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഹൃദയപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. ഉത്ഥിതനായ ഈശോ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ കൂട്ടായ്മകളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ഇടവുകളിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ രൂപതയിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ സഭയിലേക്ക് കടന്നു വരട്ടെ, നമ്മുടെ ലോകത്തിലേക്ക് കടന്നു വരട്ടെ. പ്രിയപ്പെട്ടവരെ, കടന്നു വന്ന് അവിടുന്ന് തൻ്റെ സന്തോഷം കൊണ്ട്, തൻ്റെ സമാധാനം കൊണ്ട്, തൻ്റെ സ്നേഹം കൊണ്ട്, തൻ്റെ പ്രത്യാശ കൊണ്ട് നമ്മെ ഓരോരുത്തരെയും നിറച്ച് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് തിരുസഭ കൊണ്ടാടുന്നത്. ഇതുവരെ പ്രിയപ്പെട്ടവരെ പലരും, പ്രഗത്ഭരായ ഒത്തിരി പേര് മരിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ആരും ഉയർത്തിട്ടില്ല, ഈശോ ഒഴികെ. മതപണ്ഡിതന്മാരുണ്ട്, മതസ്ഥാപകരുണ്ട്, എന്നാൽ അവരൊക്കെ മരിച്ചു. എന്നാൽ ഈശോയോ അവിടുന്ന് മരണത്തെയും ജയിച്ച് ഉത്ഥിതനായി എന്നും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വിധത്തിൽ സഭ തന്നെയാണ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഈശോ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഈശോയുടെ മരണത്തോടെ തിരുസഭ ഇല്ലാതായേനെ. കാരണം അന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരൊക്കെ ഒരു വിധത്തിൽ ചിതറിപ്പോയതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉത്ഥാനം ചെയ്തു കഴിഞ്ഞപ്പോഴോ ഉത്ഥിതനായ ഈശോയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുക. ഒരു വിത്തിൽ നിന്ന് ചെടി എന്നതുപോലെ പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ കല്ലറ വിട്ട് പുറത്തേക്ക് വന്നപ്പോൾ അവിടുന്ന് ലോകത്തിൽ മുഴുവനും ഇന്ന് പടർന്നു പന്തലിക്കുന്ന ഒരു വലിയ വടവൃക്ഷം പോലെയാണ് തിരുസഭയാകുന്ന വൃക്ഷം. തിരുസഭ ഈശോയുടെ മൗതിക ശരീരമാണല്ലോ. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്നത് മാത്രമല്ല, ഉത്ഥിതനായ ഈശോയുണ്ടല്ലോ, ഉത്ഥിതനായ ഈശോ തിരുസഭയുടെ അടിസ്ഥാനമാണ്. തിരുസഭയിലെ എല്ലാം പ്രിയപ്പെട്ടവരെ ഈശോയിൽ നിന്നാണ് വരുന്നത്. ഈശോയിൽ അധിഷ്ഠിതമാണ്, ഈശോയെ കേന്ദ്രീകരിച്ചുള്ളതാണ്. എല്ലാം ഈശോയെ പറ്റിയാണ്. തിരുസഭയിലെ പ്രിയപ്പെട്ടവരെ, ബൈബിൾ അത് ജീവൻ്റെ വചനമാണ്, ജീവനേകുന്ന വചനമാണ്. അത് ജീവനേകുന്ന വചനമായി തീർന്നത് ദൈവവചനത്തിൻ്റെ അവതാരമായ ഈശോനാഥൻ മരണത്തെയും ജയിച്ച് ഉത്ഥിതനായി ഇന്നും ജീവിക്കുന്നതിനാലാണ്. ഇന്നും ജീവിക്കുന്ന ഉത്ഥിതനായ ഈശോയാണ് നമ്മുടെ ബൈബിളിനെ പ്രിയപ്പെട്ടവയുടെ ഒരു പുസ്തകമായി തള്ളാതെ അതിനെ ജീവനേകുന്ന ദൈവവചനമായി വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ എല്ലാ കൂദാശകളും ഒരു വിധത്തിലെ ഉത്ഥിതൻ്റെ ആഘോഷങ്ങളാണ്, ഉത്ഥിതിലൂടെയുള്ള ആഘോഷങ്ങളാണ്. ഓരോ ദിവ്യകുർബാനയും ഉത്ഥിതൻ്റെ അനുഭവമാണല്ലോ. ദിവ്യകുർബാന പ്രിയപ്പെട്ടവരെ, അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെ രൂപത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്നത് ഉത്ഥിതനായ ഈശോയുടെ ശരീരവും രക്തവുമാണ്. ദിവ്യകുർബാനയിൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്നത് ഈശോ ഉത്ഥാനം ചെയ്ത് ഇന്നും ജീവിക്കുന്നതിനാലാണ്. ദിവ്യകുർബാന ഒരു വിധത്തിൽ പ്രിയപ്പെട്ടവരെ ഉത്ഥിതൻ്റെ ആഘോഷമാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കൂദാശകളെല്ലാം തന്നെ കുമ്പസാരത്തിൽ പാപം മോചിക്കപ്പെടുന്നത് ഈശോ ഉത്ഥാനം ചെയ്തതിനാലാണ്. പാപത്തെയും ജയിച്ച് അവിടുന്ന് പാപമോചനമേകുവാനുള്ള വരം തിരുസഭയ്ക്ക് നൽകി. അതുകൊണ്ടാണ് രോഗിയിലെ ഇടത്തിൽ കർത്താവ് സൗഖ്യമേകുന്നത് പ്രിയപ്പെട്ടവരെ അവിടുന്ന് ഉത്ഥാനം ചെയ്ത് എന്നും ജീവിക്കുന്നതിലാണ്. ഈശോയുടെ മരണത്തിൽ നിന്നുള്ള ഉയർപ്പ്, കർത്താവിൻ്റെ ശരീരം ഉയർപ്പിക്കപ്പെട്ട ശരീരത്തിലുള്ള പങ്കുചേരലാണ്. അതേപോലെ നമ്മുടെ ജ്ഞാനസ്നാനം ഈശോയെടുത്ത് മരിച്ച് ഉത്ഥാനം ചെയ്യുന്ന അനുഭവമാണ്. വിവാഹം ഒരു വിധത്തിൽ ഉത്ഥിതനെ അനുഭവിക്കുന്നതാണ്. ഓരോ ഭാര്യയും ഭർത്താവും പ്രിയപ്പെട്ടവരെ തങ്ങളുടെ ജീവിത പങ്കാളിയിൽ അനുഭവിക്കുന്നത് ഉത്ഥിതനായ ഈശോയാണ്. ഉത്ഥിതനായ ഈശോയാണ് അവരോടൊത്ത് ജീവിച്ച് അവരെ യഥാർത്ഥമായ സ്നേഹം, നിത്യമായ സ്നേഹം കൊണ്ട് നിറച്ച് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നേറുവാൻ അവരെ എന്നും പ്രാപ്തരാക്കുന്നത്. പ്രിയപ്പെട്ടവരെ മരിച്ചവരെ അടക്കുന്നതും ഈശോ ഉത്ഥാനം ചെയ്തതിനാലാണ്. കാരണം ഒരാൾ മരിച്ച് മണ്ണടിക്കുമ്പോൾ അതോടുകൂടി അവരുടെ ജീവിതം ഇല്ലാതാകുന്നില്ല, പിന്നെയോ അവർ ഉത്ഥിതനായ ഈശോയിലൂടെ നിത്യതയിലേക്ക് കടന്നു പോവുകയാണ് എന്നുള്ള വലിയ വിശ്വാസമാണ് അവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. നമ്മുടെ എല്ലാ കൂദാശകളും സ്ഥൈര്യലേപനം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നിറയ്ക്കുന്ന അനുഭവമാണ്. ഈശോ ഉത്ഥാനം ചെയ്ത് പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നള്ളിയിരുന്ന് അവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ച അനുഭവമാണല്ലോ പെന്തക്കോസ്ത അനുഭവം എന്നത്.
അപ്പം ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ കൂദാശകളിലൂടെ നമ്മൾ ആഘോഷിക്കുന്നത് ഉത്ഥിതനായ ഈശോയാണ്, അനുഭവിക്കുന്നത് ഈ ഉത്ഥിതനായ ഈശോയാണ്. നമ്മുടെ കൽപ്പനകളെല്ലാം തന്നെ പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവ് തന്ന പുതിയ കൽപ്പനയില്ലേ, സ്നേഹത്തിൻ്റെ കൽപ്പന, ആ കൽപ്പന നമുക്ക് നിറവേറ്റാൻ സാധിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ തന്നെ അവതാരമായ ഈശോ മരണത്തെയും ജയിച്ച് ഉത്ഥിതനായി ഇന്നും ജീവിക്കുന്നതിനാലാണ്. അതുകൊണ്ടാണ് ആ സ്നേഹത്തിനെതിരെ എന്തു വന്നാലും അതിനെ അതിജീവിക്കുവാൻ തക്കവണ്ണം നമ്മുടെ സ്നേഹം ശക്തിപ്പെടുന്നത്. നമുക്ക് ഈശോയുടെ കൽപ്പന നന്നായിട്ട് പാലിച്ച് മുന്നേറാൻ സാധിക്കുന്നത് അവിടുന്ന് ഉത്ഥാനം ചെയ്ത് ഇന്നും നമ്മിൽ ജീവിക്കുന്നു, നമ്മളോടൊത്ത് ജീവിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ. എല്ലാം നമ്മുടെ കൂട്ടായ്മകൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂട്ടായ്മയിൽ കർത്താവ് സന്നിഹിതനാണ്. നമ്മൾ പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുന്നുണ്ട് ആദിമസഭയെക്കുറിച്ച്. ഉത്ഥിതനായ ഈശോ അവരുടെ ഇടയിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടെ എന്താ സംഭവിക്കുക? ഒരേ മനസ്സും ഒരേ ഹൃദയമുള്ളവരായി അവരൊരുമിച്ച് കൂടും. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം പഠിക്കും. അവരുള്ളത് പരസ്പരം പങ്കുവയ്ക്കും, പരസ്പരം ശുശ്രൂഷിക്കുന്നവരായി മാറും. നമ്മൾ കാണുന്നുണ്ടല്ലോ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ ഭവനത്തിൽ പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്വീകരിക്കുമ്പോഴുള്ള അനുഭവം. ഉത്ഥിതനെ കണ്ട് തിരിച്ചറിഞ്ഞ് പ്രിയപ്പെട്ടവരെ അവർക്ക് അവിടെ ഉത്ഥിതൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചു പ്രിയപ്പെട്ടവരെ. അപ്പോൾ ക്രൈസ്തവൻ്റെ അതുപോലെ നമ്മുടെ ശുശ്രൂഷകളിലൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിയിലും അവരിൽ ഉത്ഥിതനായ ഈശോ ജീവിക്കുന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമുക്കവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ പ്രിയപ്പെട്ടവരെ ക്രൈസ്തവൻ ഏറ്റവും പ്രഘോഷിക്കുന്നതോ അതും ഈ ഉത്ഥിതനെ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നില്ലേ, ഈശോ ഉത്ഥാനം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഏറ്റവും നിർഭാഗ്യരായ മനുഷ്യരായി നമ്മൾ മാറിയേനെ, നമ്മുടെ വിശ്വാസം നിഷ്ഫലമായേനെ എന്ന് പറയുക. എന്നാൽ നമ്മുടെ വിശ്വാസം നിഷ്ഫലമല്ല, കാരണം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനോടൊത്ത് ജീവിച്ച് അവിടുത്തെ കണ്ടുമുട്ടിയ അവിടുത്തോടൊത്ത് ഭക്ഷിച്ച അനുഭവത്തെക്കുറിച്ച് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ പ്രിയപ്പെട്ടവരെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, നിങ്ങളുണ്ടല്ലോ ഈശോയുടെ ഉത്ഥിതരായതിനാൽ നിങ്ങൾ ഈ ലോകത്തിൽ അടിഞ്ഞു പോകരുത്, പിന്നെയോ സ്വർഗീയമായ കാര്യങ്ങളെ നിങ്ങൾ വ്യാപൃതരാകുവിൻ എന്ന് പറയുക. ഇന്നത്തെ സുവിശേഷത്തിൽ പ്രിയപ്പെട്ടവരെ ശൂന്യമായ കല്ലറയാണ് അവിടെ കർത്താവിൻ്റെ ശരീരം തേടിപ്പോയവർ കണ്ടെത്തിയത്. അവർക്ക് ഈശോയുടെ ശവശരീരം കാണാൻ പറ്റിയില്ല. എന്നാൽ അവർ തിരിച്ചു വരുമ്പോഴോ ഉത്ഥിതനെ അവർക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, കർത്താവ് മരിച്ചു മണ്ണടിഞ്ഞു പോയവനല്ല, മരണത്തെയും ജയിച്ച് ഉത്ഥിതനായി ഇന്നും ജീവിക്കുന്നവനാ. ആ കർത്താവിൻ്റെ ചൈതന്യത്താൽ നാം നിറയപ്പെടണം. അവിടുത്തെ ചൈതന്യത്തിൽ നമ്മൾ ജീവിക്കണം. അവിടുത്തെ വചനം നമ്മൾ നിരന്തരം ഗ്രഹിച്ച് പ്രിയപ്പെട്ടവരെ അവിടുത്തെ പാതയിലൂടെ നമ്മൾ മുന്നേറണം. നമ്മുടെ ജീവിതം എപ്പോഴും ഉത്ഥിതന് സാക്ഷ്യമായി മാറണം. അങ്ങനെ ആ രീതിയിൽ ക്രൈസ്തവ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഉത്ഥിതനെ കണ്ടുമുട്ടുന്ന, ഉത്ഥിതനെ അനുഭവിക്കുന്ന, ഉത്ഥിതനോടൊപ്പം ജീവിക്കുന്ന, ഉത്ഥിതനെ ഉൾക്കൊള്ളുന്ന, ഉത്ഥിതൻ്റെ ശക്തിയാലും കൃപയാലും നിറയപ്പെടുന്ന, ഉത്ഥിതനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന, ഉത്ഥിതനിലൂടെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന, ഉത്ഥിതനെ പ്രഘോഷിക്കുന്ന ജീവിതമാണ് യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം. ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഉത്ഥിതനെ പ്രഘോഷിച്ച് ജീവിക്കുവാനായിട്ട് തയ്യാറാകാം. ക്രിസ്തുവിൻ്റെ ആ ചൈതന്യം എന്നും നമ്മിൽ നിറയട്ടെ. കർത്താവിൻ്റെ ആത്മാവ് എന്നും നമ്മെ നയിക്കട്ടെ. കർത്താവിൻ്റെ വചനം എന്നും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മളെ എന്നും പ്രത്യാശാഭരിതരാക്കട്ടെ. യഥാർത്ഥമായ വിശ്വാസം, അതായത് എന്തെല്ലാം വന്നാലും നമ്മുടെ കൂടെ ദൈവമുണ്ട്, നമ്മെ സ്നേഹിച്ച് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നതിന് തെളിവാണല്ലോ ഉത്ഥിതനായ ഈശോ. അതേപോലെ മരണത്തെക്കാളും ശക്തമായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തലാണല്ലോ ഉത്ഥിതനായ ഈശോയിലൂടെ വന്നത്. ആ സ്നേഹത്താൽ നമുക്ക് നിറയപ്പെടാം. പ്രത്യാശ നിറഞ്ഞവരായി, വിശ്വാസം നിറഞ്ഞവരായി, സ്നേഹം നിറഞ്ഞവരായി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമായി പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നേറാം. ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് ആ ഉത്ഥിതനെ അനുഭവിക്കാം. ആ ഉത്ഥിതനെ നമുക്ക് സ്പർശിച്ച് അറിയാം. ആ ഉത്ഥിതനെ നമുക്ക് രുചിച്ച് അറിയാം. ആ ഉത്ഥിതൻ്റെ പ്രകാശത്താൽ നമുക്ക് നിറയപ്പെടാം.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പെസഹ രാത്രിയിൽ നമ്മൾ ഉത്തിതിൻ്റെ ആഘോഷം കൊണ്ടാടിയ രീതികളുണ്ട്. 5 രീതിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉത്തിതിനെ പ്രഘോഷിച്ചത്, ഉത്ഥാനം ആഘോഷിച്ചത്. ഒന്നാമത്തേത്, പുത്തൻ തീ കത്തിച്ചു, എന്നിട്ട് പെസഹാ തിരി കത്തിച്ചു. ആ പുത്തൻ തീ ഓർമ്മപ്പെടുത്തുന്നത് മോശ കണ്ട ആ മുൾപ്പടർപ്പ്, എരിയുന്ന മുൾപ്പടർപ്പിലെ ആ എരിഞ്ഞു തീരാത്ത തീ ദൈവത്തിൻ്റെ ആ സ്നേഹാഗ്നിയാണ്. ഒരിക്കലും തീരാത്ത ദൈവത്തിൻ്റെ സ്നേഹാഗ്നി, അതിൻ്റെ ഏറ്റവും വലിയ പ്രകാശനമാണ് പ്രിയപ്പെട്ടവരെ ഉത്ഥിതനായ ഈശോ. അതേപോലെ തന്നെ പെസഹാ തിരി, ആ പെസഹാ തിരിയിൽ ഈശോയുടെ ആ തിരുമുറിവിനെ ഓർമ്മപ്പെടുത്തുന്ന ആ 5 കായങ്ങൾ നമ്മൾ അതിൽ കാണുന്നുണ്ട്. കുരിശിലൂടെ പ്രിയപ്പെട്ടവരെ, കുരിശിനെയും ജയിച്ച് ആ മുറിവുകളെയും അതിജീവിച്ച് ഇന്നും അവിടുന്ന് ഉത്ഥിതനായി ജീവിക്കുന്നു. അപ്പം 2025 എന്നും അതിൽ എഴുതിയിട്ടുണ്ട്. അവിടുന്ന് ആദിയും അന്തവുമാണ് എന്നും അവിടെ വെളിപ്പെടുന്നുണ്ട്. ആ പെസഹാ തിരിയിലൂടെ ഉത്ഥിതനെ നമ്മൾ കണ്ടുമുട്ടുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജ്ഞാനസ്നാനത്തിൽ നമുക്ക് തിരി കത്തിച്ച് നൽകപ്പെട്ടത് ആ പെസഹാ തിരിയിൽ നിന്നാണ്. ആ പെസഹാ തിരിയെ ഓർമ്മപ്പെടുത്തുന്നതാണ് നമ്മുടെ ദിവ്യകുർബാനയിൽ നമ്മൾ അൾത്താരയിൽ കത്തിക്കുന്ന ആ മെഴുകുതിരികൾ. അങ്ങനെ നമ്മൾ ഉത്ഥിതനായ ഈശോയെ നമ്മൾ തീയായി, അഗ്നിയായി, പ്രകാശമായി ആഘോഷിച്ച ശേഷം വചനമായി അവിടുത്തെ നമ്മൾ ആഘോഷിക്കുവാൻ തുടങ്ങി. രക്ഷാകര ചരിത്രം മുഴുവനും, സൃഷ്ടികർമ്മം തുടങ്ങി ഈശോ വരെയുള്ള ആ രക്ഷാകര ചരിത്രം മുഴുവനും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലൂടെയും പ്രിയപ്പെട്ടവരെ നിയമത്തിലൂടെയും വാഗ്ദാനത്തിലൂടെയും വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാം പൂർത്തീകരണമാണ്, അതിലൂടെയെല്ലാം വെളിപ്പെട്ടവനാണ് ഉത്ഥിതനായ ഈശോ എന്ന് വെളിവാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ വചനത്തിലൂടെ നമ്മൾ ഈശോയുടെ ഉത്ഥാനം കൊണ്ടാടി. നമ്മൾ അത് കഴിഞ്ഞിട്ട് അല്ലേലൂയ പാടിക്കൊണ്ട്, അതിനു മുമ്പ് ഗ്ലോറിയ പാടിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവജനമായി ഒരുമിച്ച് കൂടി നമ്മുടെ കൂട്ടായ്മയിലാണല്ലോ കർത്താവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുക. ഈശോ പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ 20-ാമത്തെ വാക്യത്തിൽ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാനുണ്ട്. ഉത്ഥിതനാണ് പ്രിയപ്പെട്ടവരെ അവിടെ സന്നിഹിതനാകുന്നത്. അങ്ങനെ നമ്മുടെ കൂട്ടായ്മയിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ ബോധപ്പെടുക. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ കണ്ട് പ്രകാശത്തിലൂടെ, കർത്താവിനെ കേട്ട്, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ച്, അതാണല്ലോ കൂട്ടായ്മ. എന്നിട്ടോ നമ്മൾ പുത്തൻ വെള്ളം വെഞ്ചരിച്ച് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജ്ഞാനസ്നാന വ്രതം നമ്മൾ നവീകരിക്കും. നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അവിടെയും നമുക്കറിയാം ആ വെള്ളത്തിലൂടെ നമ്മൾ ഈശോയോടൊത്ത് മരിച്ച് ഉയർക്കുന്ന ഒരു അനുഭവമാണ്. ഉത്ഥിതൻ ഉത്ഥാനം ചെയ്തതിനാലാണ് നമുക്കും ആ കർത്താവിൽ ഉത്ഥാനം ചെയ്യാൻ സാധിക്കുന്നത്. ഉത്ഥിതൻ്റെ വലിയ അനുഭവമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജ്ഞാനസ്നാനത്തിലുള്ളത്. ആ അനുഭവത്തെ നമ്മൾ നിരന്തരം ഓരോ വർഷവും പ്രത്യേകമായി പുതുക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഓരോ കുർബാനയിൽ പോലും നമ്മളത് നവീകരിക്കുന്നുണ്ട് എന്ന് പ്രത്യേകിച്ച് ബോധപ്പെടുക. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 5-ാമതായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഈശോയുടെ ഉത്ഥാനം പ്രത്യേകമായി കൊണ്ടാടിയത് ദിവ്യകുർബാന അർപ്പിച്ചുകൊണ്ടാണ്. ദിവ്യകുർബാന തുടക്കം മുതൽ അവസാനം വരെയും അല്ലേ ആദിയും അന്തവുമായി ഈശോയെ അനുഭവിക്കുന്ന, ഉത്ഥിതനായ ഈശോയെ അനുഭവിക്കുന്നത്. ഉത്ഥിതൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഉത്ഥിതൻ്റെ സ്വരം ശ്രവിച്ച്, ഉത്ഥിതനെ നമ്മളെ തന്നെ സമർപ്പിച്ച്, ഉത്ഥിതനെ പ്രഘോഷിച്ച് പ്രിയപ്പെട്ടവരെ അവസാനം ഉത്ഥിതനെ നമ്മളെ തന്നെ അർപ്പിച്ച് ഉത്ഥിതനെ നമ്മിലേക്ക് ഉൾക്കൊണ്ട് അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ ഉത്ഥിതനായ ഈശോയുടെ ശരീരവും രക്തവും ഉൾക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉത്ഥിതനാൽ നിറഞ്ഞ് ഐക്യപ്പെടുന്ന അനുഭവമാണല്ലോ നമ്മുടെ ഓരോ ദിവ്യകുർബാനയും. ദിവ്യപൂജ പൂർത്തിയായി നിങ്ങൾ പോയി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുവിൻ എന്ന് പറഞ്ഞ് നമ്മൾ ഐക്യപ്പെടുക. സത്യത്തിൽ പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഉത്ഥാനം ഒരു അന്ത്യമല്ല, പിന്നെയോ അത് ഒരു ആരംഭമാണ്. പഴയ നിയമത്തിൻ്റെ അന്ത്യം, പുതിയ നിയമത്തിൻ്റെ ആരംഭം. നമ്മുടെ ഇന്നലകളിൽ നിന്ന് നാളെയിലേക്കുള്ള മുന്നേറ്റമാണ് പ്രിയപ്പെട്ടവരെ ഈശോയുടെ ഉത്ഥാനം. പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മളവിടെ കടന്നു വരുക. നമ്മുടെ വിരോധങ്ങളിൽ നിന്ന് ക്ഷമയിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ കടന്നു വരുക. നിരാശകളിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമ്മൾ കടന്നു വരുക. മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നു വരുന്ന വലിയ അനുഭവം. അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഇതിനെ പെസഹാ തിരുനാൾ എന്നാണ് പ്രത്യേകമായിട്ട് പറയുക. ഉത്ഥിതനായ ഈശോയുടെ സാന്നിധ്യവും അവിടുത്തെ സ്നേഹവും അവിടുത്തെ വചനവും അവിടുത്തെ കൃപയും അവിടുത്തെ സമാധാനവും സന്തോഷവും അനുഗ്രഹവും ഐശ്വര്യവും
എപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടെ ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവ കൃപയാൽ നമുക്ക് നിറയപ്പെടാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.